വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം അല്പസമയം കൂടെ ചെലവഴിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ പറയാനായിട്ടുള്ള എല്ലാ സ്വാഗതത്തിൻ്റെയും വാക്കുകൾക്കും മംഗളഗാനത്തിനും സ്വാഗതഗാനത്തിനും ഒക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവയിലേക്ക് ഒരു എപ്പിസ്കോപ്പയായി ബിഷപ്പായി വീണ്ടും വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതോ സ്തുതിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ കൃപയുമാകുന്നു എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ഓഫീസതുപോലെ അച്ഛൻ ഞാൻ വന്നതായിട്ടുള്ള ദിവസം ഓർത്തിരിക്കുന്നു. അങ്ങനെ രാവിലെ സ്റ്റേഷനിൽ നിന്ന് റിസീവ് ചെയ്ത് വഴി ഇവിടെ വന്ന് അല്പസമയത്തിന് ശേഷം ഓഫീസിലേക്ക് പോയി. അതിനുശേഷം അധികം നാളുകൾക്ക് ശേഷം അധികം നാളുകൾ ആയിട്ട് അതിന് മുൻപാണ് നമ്മുടെ എപ്പിസ്കോപ്പൽ നോമിനേഷൻ അതിനുള്ള പ്രോസസ് ഒക്കെ ആരംഭിച്ചത്. മാർത്തോമാ സഭയിൽ ഒരു ബിഷപ്പാകണം അല്ലെങ്കിൽ ആകും എന്നുള്ളത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടും ചിന്തിച്ചിട്ടുമില്ല. എന്നാൽ ശിവരാശ്രമത്തിൽ നിന്നും ഈശോമാർ തിരുമേനി സഭയുടെ ഒരു എപ്പിസ്കോപ്പയായി തീർന്നതായിട്ടുള്ള വ്യക്തിയാണ്. തിരുമേനിക്ക് ശേഷം ആ ആശ്രമത്തിൽ നിന്നും ഈ ഒരു ശുശ്രൂഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ളത് ഒരു വിധത്തിൽ ചിന്തിച്ചിരുന്നില്ല. കാരണം ഒരു ആശ്രമത്തിൽ നിന്ന് അങ്ങനെ രണ്ടാമതൊരാൾ വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ സഭയുടെ പല അംഗങ്ങളും ആളുകളും അത് ആഗ്രഹിച്ചിരുന്നു, താല്പര്യപ്പെട്ടു. അതിന് പ്രകാരം സഭയിലൂടെ ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആശ്രമത്തെയും വടക്കേണ്ടിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയും സഭ വളരെയധികം സഭാജനങ്ങൾ ഉൾക്കൊള്ളുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടെയാണ്. 30 വർഷം സിംഹ ആശ്രമത്തിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അവസരമുണ്ടായി. 10 വർഷം പ്രധാന അംഗമെന്നുള്ള നിലയിൽ 20 വർഷം ഒരു സഭയിലെ പട്ടക്കാരൻ എന്നുള്ള വിധത്തിലും വിവിധങ്ങളായിട്ടുള്ള ആശ്രമത്തിന്റെ ശുശ്രൂഷകളിൽ പങ്കുചേരുകയും ഉള്ള വിവിധ ശുശ്രൂഷ മേഖലകളിൽ ഇടവകളിൽ സംഘടനകളോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ മുഴുവൻ മിക്കവാറും എല്ലാ ഇടങ്ങളിലെയും ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കാനും അറിയാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ആളുകൾ മുതൽ ഉള്ള ആളുകളുടെ ജീവിതവും മനസ്സിലാക്കുവാനും വടക്കേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതിനും വിവിധ ഇടങ്ങളിൽ പോകുന്നതിനും ഒക്കെയുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് 30 വർഷം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മലയാളക്കരയിലാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നിലകയും യാത്ര ചെയ്യുകയാണ്. അച്ഛൻ ഓഫീസ് പോലെ അവിടെ മാത്രം അല്ല വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്യുന്ന അവസരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദിവസങ്ങളിലെ തിരക്കിട്ട ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ച് കുറച്ച് സമയം മിഷൻ വിസിറ്റിന് വേണ്ടിയൊക്കെയാണ് ഉദ്ദേശിച്ച്